പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ്. രേണുസുതി ബിഗ് ബോസിന് പുറത്തായിരിക്കുന്നു. ആ വാർത്തയ്ക്ക് ഇപ്പോൾ രേണുസുതി തന്നെ ഒരു കൺഫർമേഷനുമായിട്ട് വന്നിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങളായിട്ട് ഈ വിഷയത്തെ ചുറ്റിപ്പറ്റിയുള്ള ധാരാളം അഭ്യൂഹങ്ങൾ പരന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇക്കുറി ബിഗ് ബോസിൽ ഉണ്ടാകും എന്ന് 100% ഉറപ്പിച്ച കണ്ടസ്റ്റൻസിന്റെ കൂട്ടത്തിൽ രേണുസുതിയുടെ പേരുമുണ്ടായിരുന്നു. ബിഗ് ബോസിലേക്ക് കയറിപ്പറ്റേണ്ട എല്ലാ ആൾക്കാരും അവിടെ എത്തിക്കഴിഞ്ഞു, ഷൂട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവസാന നിമിഷത്തിൽ ഇപ്പോൾ രേണുസുതി തന്നെ പറയുന്നു, ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല, എന്നെ ഇതുവരെയും വിളിച്ചിട്ടില്ല, ഞാൻ വീട്ടിൽ തന്നെയുണ്ട്. ആ ഒരു പ്രധാനപ്പെട്ട കാര്യം രേണുസുതി തന്റെ ഇൻസ്റ്റഗ്രാമിൽ കൂടി തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. ഈ ഒരു വിഷയത്തെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള വാർത്തകളാണ് ഓൺലൈൻ വിപണിയിൽ വിറ്റഴിഞ്ഞുകൊണ്ടേയിരുന്നത്. അതായത് രേണുസുതി ബിഗ് ബോസിനകത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, അവിടെ ഷൂട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പോയതുപോലെ തന്നെ എത്രയും വേഗം തിരികെ വരും. ലാലേട്ടന്റെ മുഖത്ത് നോക്കി ചിലതൊക്കെ ചോദിക്കും. അങ്ങനെ തുറന്നടിച്ചു കഴിയുമ്പോഴേക്കും രേണുസുതിയെ അവർ കെട്ടുകെട്ടിക്കും. ഇങ്ങനെയുള്ള ധാരാളം വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുവരെയും ബിഗ് ബോസിൽ നിന്ന് തന്നെ വിളിച്ചിട്ടില്ല, വിളിച്ചാൽ താൻ പോയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ രേണു പുറത്തുവിടുന്നത്. ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ്. ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത്? സൂചിച്ചാണ്ട് വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ്. സോ ഞാൻ പോയിരിക്കും. വിളിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. ഈ വൈകുന്നേര സമയത്തും എന്റെ വീട്ടിൽ തന്നെയാണ്. എന്തായിരിക്കും ഇപ്പോഴിങ്ങനെ ഒരു വീഡിയോ പുറത്തു വരുവാൻ കാരണം? അതായത് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനൽ രേണുസുതി ബിഗ് ബോസിലേക്ക് പോയി എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അതായത് അവർക്കാണ് രേണു ആദ്യമായിട്ട് ഇന്റർവ്യൂ കൊടുത്തത്. അതുകൊണ്ട് തന്നെ പോകുവാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ തൊട്ട് മുൻപ് അവരെ വിളിച്ചിട്ട്, നിങ്ങളാണ് എന്നെ ആദ്യമായി ഇന്റർവ്യൂ ചെയ്തത്, അതുകൊണ്ട് നിങ്ങളോടാണ് ഈ വാർത്ത ഞാൻ ആദ്യമായി പങ്കുവെക്കുന്നത്, ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് രേണു ഇറങ്ങിയതായിട്ട് ആ ചാനലാണ് വാർത്ത പുറത്തുവിട്ടത്. എന്നാൽ ഇപ്പോൾ രേണു തന്നെ വന്നിട്ട് പറയുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, തന്നെ വിളിച്ചിട്ടില്ല, താൻ അവിടേക്ക് പോയിട്ടില്ല, താൻ ഇപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ട് എന്ന്. എന്തായിരിക്കാം സംഭവിച്ചത്? ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മത്സരാർത്ഥി ഒരിക്കലും ആ വിവരം ലോകത്തോട് പറയാൻ പാടില്ല എന്നുള്ളൊരു നിയമം നിലനിൽക്കുന്നുണ്ട്. അത് ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുത്തു എന്നുള്ളത് മാത്രമല്ല, നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഒഡീഷൻ കോള് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ പോയി സംസാരിച്ചതോ അല്ലെങ്കിൽ നിങ്ങളോട് ചോദിച്ച ചോദ്യങ്ങളോ, നിങ്ങളെ അവർ വിളിച്ചു എന്നുള്ള കാര്യമോ, ഇതൊന്നും പുറം ലോകത്തോട് പറയാൻ പാടില്ല എന്നുള്ളതാണ്. പ്രഡിക്ഷൻ ലിസ്റ്റുകൾ പലർക്കും പല രീതിയിൽ ചോർന്നു കിട്ടാറുണ്ട്. പല ചാനലുകളിലൂടെയും ഈ വാർത്ത പുറത്തുവിടാറുണ്ട്. എന്നാൽ ഒരു കണ്ടസ്റ്റന്റ് പോലും ഒരിക്കലും എന്നെ സെലക്ട് ചെയ്തു എന്ന് പറയാൻ പാടില്ല. അത് ബിഗ് ബോസ് അധികൃതർ ഒരിക്കലും ക്ഷമിക്കുന്ന ഒരു കാര്യവുമല്ല. ബിഗ് ബോസിന്റെ ലോഞ്ചിങ് ടൈമിൽ മാത്രമാണ് ആരൊക്കെ അതിനകത്ത് പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളത് ഔദ്യോഗികമായി ലോകത്തെ അവർ അറിയിക്കുന്നത്. അതിനു മുൻപായി പറയാൻ പാടില്ല, വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുവാൻ പാടില്ല. എന്നാൽ രേണുസുതി ബിഗ് ബോസിലേക്ക് പോകുവാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പുറപ്പെടുന്നതിന് മുൻപായി ഈ യൂട്യൂബ് ചാനലുകാരെ വിളിക്കുകയും അവരോട് ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. ഉടൻ തന്നെ അവർ വീഡിയോ ചെയ്ത് ഈ വാർത്ത എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു. ഒരുപക്ഷെ രേണു എയർപോർട്ടിൽ പോയിട്ടുണ്ടാവാം, അല്ലായെങ്കിൽ ബിഗ് ബോസിന്റെ വാതിൽക്കൽ എത്തിയിട്ടുണ്ടാവാം. എന്നാൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ ഒരു കൃത്യവിലോപം നടത്തിയതിന്റെ പേരിൽ രേണുസുതി അവർ മടക്കി അയച്ചിട്ടുണ്ടാകുവാനുള്ള സാധ്യതയാണ് ഒരു 95% ഉറപ്പിക്കുവാൻ കഴിയുന്നത്. ഇതൊന്നും പുറത്ത് കാണിക്കാതെ, പുറത്ത് പ്രകടിപ്പിക്കാതെ രേണു ഒരു സാധാരണ രീതിയിൽ, ഞാൻ 3-4 ദിവസമായി വീഡിയോകൾ ചെയ്തിട്ട്, വ്ളോഗുകൾ ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും ഒരു വ്ളോഗുമായിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വരികയാണ്. എല്ലാ ദിവസവും വാർത്തയിൽ നിറഞ്ഞു നിന്ന, എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന രേണു ഈ 3-4 ദിവസങ്ങൾ എവിടെയായിരുന്നു? എന്തുകൊണ്ടാണ് പുതിയ വീഡിയോകളൊന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത്? അതെ, അതിനാൽ തന്നെ അനുമാനിക്കാം, ബിഗ് ബോസിലേക്ക് തനിക്ക് വിളി വന്നിരുന്നു, താൻ ബിഗ് ബോസിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ അവസാന നിമിഷത്തിൽ രേണുസുതിയെ ബിഗ് ബോസിൽ നിന്നും അവർ പുറത്തു കളഞ്ഞു. ഇത് ഊഹമാണ്. ഇങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ അത് വളരെയധികം നിരാശാജനകമായ ഒരു കാര്യമാണ് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. രേണുസുതിയുടെ തെറ്റുകളെ പലതിനെയും ചൂണ്ടിക്കാണിക്കുകയും രേണുസുതി കാട്ടിക്കൂട്ടിയ പല കോപ്രായങ്ങളെയും അതിനിശ്ചിതമായ ഭാഷയിൽ നമ്മൾ വിമർശിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ പോലും രേണു ബിഗ് ബോസിൽ കയറണമെന്ന് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിച്ചിരുന്നു. ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന ഒട്ടനവധി വ്ളോഗർമാർ അത് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. കാരണം രേണുവിൽ കൂടി മലയാളികൾക്ക് ധാരാളം കോണ്ടന്റുകൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് രേണുസുതി ഒരു വലിയ ചാകര തന്നെ ഒരുക്കും എന്നുള്ള പ്രതീക്ഷ എല്ലാവരും വെച്ചു പുലർത്തിയിരുന്നു. ഒരു ഭാഗത്ത് വിമർശിക്കുകയും താറടിക്കുകയും കുറ്റപ്പെടുത്തുകയും തുറന്നു കാണിക്കുകയും എല്ലാം ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് രേണുസുതി ബിഗ് ബോസിൽ എത്തണം എന്ന് തന്നെയായിരുന്നു. പക്ഷേ അവസാന നിമിഷത്തിൽ ആ മോഹം പൊലിഞ്ഞിരിക്കുകയാണ്. താൻ ഇപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് രേണു തുറന്നു പറയുന്നു. പിന്നെ ഇതിനകത്ത് മറ്റൊരു സാധ്യത കൂടിയുണ്ട്.
ഇത് പറയുന്നത് രേണുസുതി ആയതുകൊണ്ട് ഇപ്പോൾ പറയുന്നതല്ല, പിന്നെ പറയുന്നത് നുണകളുടെ ഒരു വലിയ കൊട്ടാരം തന്നെ കെട്ടിപ്പൊക്കിയ ആളാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു വ്ലോഗ് സെറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി വെച്ചതിന് ശേഷം പ്രേക്ഷകരെ കബളിപ്പിക്കുവാൻ വേണ്ടി ഇട്ടതാണോ എന്നുള്ള കാര്യവും നമുക്കറിയില്ല. എന്തായാലും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഞായറാഴ്ചത്തെ സീസൺ 7 ലോഞ്ചിങ് ടൈം വരെ കാത്തിരിക്കേണ്ടി വരും. ഈ വീഡിയോ താൻ പങ്കുവെക്കുമ്പോൾ ബിഗ് ബോസിലേക്ക് പോയില്ല എന്ന് മാത്രവുമല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടി താൻ പ്രേക്ഷകരോട് പറയുന്നുണ്ട്. അതായത് ഇത്രയും വലിയ വിവാദങ്ങളെല്ലാം പൊട്ടിപ്പുറപ്പെടുവാൻ കാരണം കൂടെ നിന്നുകൊണ്ട് ആരോ ഒറ്റിയതാണ്, പിൻപിൽ നിന്നുകൊണ്ട് ആരോ കുത്തിയതാണ്. ഇന്റർവ്യൂകൾ എടുക്കുവാൻ വേണ്ടി തന്റെ വീട്ടിൽ വരികയും താനുമായി വളരെയധികം സൗഹൃദം പുലർത്തുകയും ചെയ്തിരുന്ന ഏതോ വ്യക്തി തന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചതാണ്. വീട് പണിയുടെ കാര്യവും മതില് പൊട്ടിയ കാര്യവും ചോർച്ചയുടെ കാര്യവും അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ, ഇതെല്ലാം പറയണം എന്ന് പറഞ്ഞ് തന്നെ നിർബന്ധിച്ച് പറയിപ്പിച്ച് ഇത്രയും വലിയ പുലിവാലി പിടിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചതാണ്. ഈ വാക്കുകൾ രേണു പറയുമ്പോൾ വളരെ കൃത്യമാണ്. കുറ്റബോധം മനസ്സിലുണ്ട്, നഷ്ടബോധം മനസ്സിലുണ്ട്. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ബിഗ് ബോസ് ആരംഭിക്കുകയാണ്. ബിഗ് ബോസിൽ തനിക്ക് കയറി പറ്റുവാൻ കഴിഞ്ഞില്ല. തന്നെ വിമർശിച്ചു കൊണ്ടിരുന്ന എല്ലാ ചാനലുകാരും ഇനി മുതൽ ബിഗ് ബോസിന്റെ അപ്ഡേഷനായിരിക്കും ഓരോ ദിവസവും പുറത്തു വിട്ടുകൊണ്ടിരിക്കുക. രേണുസുതി ഇനിയും തലകുത്തി മറിഞ്ഞാലും രേണുവിന്റെ വാർത്ത ആരും ശ്രദ്ധിക്കുവാൻ പോകില്ല. കാരണം കണ്ടന്റുകൾ ധാരാളം ബിഗ് ബോസിലാണ് ലഭിക്കുന്നത്. രേണുവിനെ ആർക്കും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ പോലും ഇന്റർവ്യൂവിനും വരില്ല. കാരണം രേണുവിന്റെ ഇന്റർവ്യൂ കാണാൻ ഈ സമയത്ത് ആർക്കും താല്പര്യമുണ്ടാവില്ല. എന്തായാലും പണി പാളി എന്ന് മനസ്സിലായ രേണുസുതി അവസാനമായി കുറ്റബോധത്തോടുകൂടി പങ്കുവെക്കുന്ന ആ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. പടവിടാ കേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുപാട്, അറിയാലോ. എന്റെ ഫാമിലിയും എന്റെ മക്കളും മാത്രമേ ഉള്ളൂ എനിക്ക്. പിന്നെ കൊല്ലത്തെ വീട്ടിലെ ആൾക്കാരും സപ്പോർട്ടാണ് സുചാന്റെ. നമ്മൾ ഒരാളെ അയ്യോ അയാള് നല്ല ആളാണ്, അപ്പൊ അയാൾ വന്ന് തിരക്കുകയും ഇപ്പൊ ചെയ്യുമ്പോൾ നമ്മള് നമ്മുടെ വീട്ടുകാരറിയാതെ പറഞ്ഞു പോകും, ഇന്ന പോലെ കേസ് നടക്കുന്ന കേസിന്. ഇതെല്ലാം അവരറിയുന്നുണ്ടായിരുന്നു. ഏതാ ഈ വ്ളോഗർമാർ അറിയുന്നുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് നമ്മളോട് പറയോ ഇത് എന്ത് പറ്റി, വീടിന് എന്ത് പറ്റി, ഇതെന്താ. പക്ഷെ ഞങ്ങൾക്ക് അതേക്കുറിച്ചൊന്നും വലിയ ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു. വീട്ടിൽ വന്നിരുന്നാണ്ട നിങ്ങളുടെ വീടിന്റെ സൈഡ് അങ്ങനെ പോയി ഇങ്ങനെ പോയി നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞ ഞാൻ വിളിച്ച് പറയും എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഓരോ ദിവസവും നമ്മളെ കൊണ്ട് അത് പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നെന്ന് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത്. കാരണം ഒരു 10-12 ഇന്റർവ്യൂയിലൂടെ മനസ്സിലായി ആരാണ് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന വ്യക്തി എന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചുവിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചുവിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത്? സൂചിച്ചാണ്ട് വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ്. സോ ഞാൻ പോയിരിക്കും. വിളിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. ഈ വൈകുന്നേരം സമയത്തും എന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ. നല്ല വിഷമമുണ്ട്. കാരണം ഓരോ പ്രാവശ്യം ഓരോന്ന് കേൾക്കുമ്പോ ഞങ്ങള് ആദ്യമൊക്കെ വിചാരിച്ച് അങ്ങനെ പറയാം, നമുക്ക് മക്കള് കുടുംബം അവരുള്ളതുകൊണ്ട് മാത്രം അതിന്റെ പേരിൽ മാത്രം ജീവിച്ചിരിക്കാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു എന്നാ നമുക്ക് പറയാൻ പറ്റില്ല, അതുപോലെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയൊരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ. കാരണം എല്ലായിടത്തു നിന്നും ഒരു പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിലായ ഒരു അവസ്ഥ. ഹലോ, നമസ്കാരം, രേണുസുതി. അപ്പം പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണെന്ന് തോന്നുന്നു ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പം കുറച്ച് ദിവസമായിട്ട് ചേച്ചിയുടെ അടുത്ത് വന്ന് നിൽക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ചേച്ചിയുടെ വീടാണ്. അപ്പം ചേച്ചിനെ വിളിക്കാം നമുക്കല്ലേ. രമ്യ ചേച്ചി, രമ്യ വാ. പിന്നില്ലേ ചേച്ചിയുടെ വാടക വീടാ കേട്ടോ, സ്വന്തം വീടല്ല. വാ ഇവിടെ ഇരിക്കും. അപ്പൊ എന്റെ വ്ളോഗുമായിട്ട് ഞാൻ വന്നതാ, കുറച്ച് ദിവസം നിക്കാൻ വന്നതാ കേട്ടോ. വാ ഇരിക്കും. അപ്പം ഒരുപാട് ആരോപണങ്ങളും വിവാദങ്ങളും നടക്കുന്നു ചുറ്റും. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് രമ്യ ചേച്ചിയുടെ അഭിപ്രായം, രമ്യാച്ചന്റെ അഭിപ്രായം? ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുപാട്, അറിയാലോ. എന്റെ ഫാമിലിയും